ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിലെ ഹോം റെമഡീസ് ഒക്കെ ഫോളോ ചെയ്തിട്ട് ഒരുപാട് പേര് പ്രഗ്നൻ്റ് ആവുന്നുണ്ട് കേട്ടോ. അതിൽ 18 ദിവസം മാത്രം ഒരു ടിപ്പ് ഫോളോ ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആയ ഒരു കുട്ടിയുടെ സക്സസ് സ്റ്റോറിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആ കുട്ടി എന്താണ് ചെയ്തതെന്ന് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് പേര് നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് കൺസീവ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് ഡെയിലി എന്നോണം ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേരുടെ കമ്മ്യൂണിറ്റി ടാബിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന തരത്തിലുള്ള ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരിക്കലും ഒരു ഡോക്ടർ തരുന്ന ട്രീറ്റ്മെന്റിന് പകരമായിട്ടുള്ളതല്ല നമ്മുടെ ചാനലിൽ പറയുന്ന ഒരു ടിപ്സും തന്നെ. ഡോക്ടറുടെ ട്രീറ്റ്മെന്റിനോടൊപ്പം ലൈഫ് സ്റ്റൈലിൽ കുറച്ച് ചേഞ്ചസും കൂടി കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ വേഗത്തിൽ കൺസീവ് ആകാൻ വേണ്ടിയിട്ട് ആ ടിപ്സ് നിങ്ങളെ ഒരുപാട് സഹായിക്കും കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത് മസ്ക് മെലൺ സീഡിനെ പറ്റിയിട്ടാണ്. നമുക്കൊക്കെ അവൈലബിൾ ആയിട്ടുള്ള നമ്മളൊക്കെ കഴിക്കുന്ന ഒരു ഫ്രൂട്ടാണ് ഈ മസ്ക് മെലൺ എന്ന് പറയുന്നത്. ഈ സീഡ് ഉപയോഗിച്ചിട്ട് പ്രഗ്നന്റ് ആകുന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. സീഡ് അല്ലെങ്കിൽ വിത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഈ വിത്തിൽ നിന്നാണ് ഒരു വൃക്ഷം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഒരു ചെടി ഉണ്ടാവുന്നത് ഇതിൽ നിന്നാണ്. അപ്പോൾ വിത്തിന് ആ ഒരു ചെടിയെ പുറത്തേക്ക് കൊണ്ടുവരാൻ മാത്രം കേപ്പബിലിറ്റി ഉള്ള ഒന്നാണ് ഈ വിത്ത് എന്ന് പറയുന്നത്. അത് നമ്മൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ജന്മം നമുക്കും ഒരു പ്രഗ്നൻസി കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു ജന്മം അല്ലെങ്കിൽ ഒരു ഭ്രൂണത്തെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. മസ്ക് മെലൺ കഴിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരുപാട് വീഡിയോസിൽ പറയുന്നത് പോലെ തന്നെ ഹോം റെമഡീസും ലൈഫ് സ്റ്റൈൽ ടോപ്പിക്സും ഒക്കെയാണ് നമ്മൾ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഫോളോ ചെയ്തിട്ട് പ്രഗ്നന്റ് ആകുന്ന എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഏത് ടിപ്പ് ഫോളോ ചെയ്താലും ഒരു കോൺഫിഡൻസോട് കൂടിയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. മസ്ക് മെലണിലുള്ള ന്യൂട്രീഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ വിറ്റമിൻ സിയുടെ കണ്ടന്റ് ഉണ്ട്. സിങ്ക്, ഫോളേറ്റ്, അയോൺ, ഒമേഗ 3 തുടങ്ങിയവ അടങ്ങിയിട്ടുണ്ട്. പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ഈ സെപ്പറേറ്റ് ആയിട്ട് ഈ ഓരോ വിറ്റമിൻസ് ന്യൂട്രിയൻസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊരു ഏകദേശ ധാരണയും നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഏറ്റവും ആദ്യത്തേത്, ഹോർമോണൽ ഇംബാലൻസസ് ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ അത് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട്. ഒരുപാട് സ്ത്രീകൾക്ക് ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചിൽ ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടാവുന്നുണ്ട്. PCODയുടെയും തൈറോയിഡിന്റെയും മറ്റ് ഈസ്ട്രോജന്റെ ഡൊമിനൻസ് ഒക്കെ പല രീതിക്ക് പലർക്കും ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അങ്ങനെയുള്ളവർക്ക് അതൊക്കെ ഒന്ന് റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഇതിലടങ്ങിയിട്ടുള്ള സിങ്ക്, നമ്മുടെ ആ ഒരു ഹെൽത്തി ഫാറ്റും ഒക്കെ ഇതിലടങ്ങിയിട്ടുള്ളത് നമ്മുടെ ഹോർമോണൽ പ്രൊഡക്ഷൻ കൃത്യമായിട്ട് നടക്കുന്നതിനും ഈസ്ട്രോജന്റെയും പ്രൊജസ്ട്രോണിന്റെയും ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട് കേട്ടോ. കൂടാതെ ഇതിലടങ്ങിയിട്ടുള്ള ഒമേഗ 3 ഹോർമോണിന്റെ ബാലൻസ് റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ്. രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത്, ഇത് നമ്മുടെ സ്കിന്നിന്റെ ഹെൽത്ത് നന്നായിട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഒപ്പം ഏജിങ്ങിന്റെ ഒരു പ്രോസസ്സ്, നമുക്ക് വയസ്സ് കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ചില ആളുകളുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ ചർമ്മം കണ്ടാൽ പ്രായം തോന്നില്ല എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ നിങ്ങൾ? ചില ആളുകൾക്ക് പക്ഷേ കുറച്ച് ഏജ് ഉണ്ടാവുള്ളൂ, പക്ഷേ മുഖത്തേക്ക് നോക്കുമ്പോൾ പ്രായം നന്നായിട്ട് തോന്നിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ആളുകൾക്ക് ആ ഒരു ഏജിങ് ഒക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഇത് നമുക്കുണ്ടാകുന്ന ആക്നി, അതുപോലെ ഡ്രൈനെസ് ഒക്കെ ഒന്ന് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഇതിൽ വിറ്റമിൻ ഇയും മറ്റ് ആന്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് ഈ ഒരു ഗുണം നമുക്ക് കിട്ടുന്നത് കേട്ടോ. അടുത്തൊരു ബെനിഫിറ്റ് കിട്ടുന്നത്, നമ്മുടെ ഹെയറും അതുപോലെ നെയിലും സ്ട്രെങ്തൻ ആക്കി വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഒരുപാട് ആളുകൾക്ക് മുടി തിന്നായി പോകുന്ന സിറ്റുവേഷൻ ഉണ്ട്, പൊട്ടി പൊട്ടി പോകുന്നത്, അല്ലെങ്കിൽ സ്പ്ലിറ്റൻസ് വരുന്നത്, അങ്ങനെ പല സിറ്റുവേഷൻസ് പലർക്കും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈ മസ്ക് മെലണിന്റെ സീഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നത്തിന് ഒരു പരിധി വരെ പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്തൊരു ഗുണം നമുക്ക് കിട്ടുന്നത്, ബോൺസ് ഒക്കെ സ്ട്രെങ്ത് ആക്കി വെക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. പല സ്ത്രീകൾക്കും നടുവേദനയുണ്ട്, മുട്ടുകാൽ വേദനയുണ്ട്, ഷോൾഡർ പെയിൻ ഒക്കെ ഉള്ള സ്ത്രീകൾക്കൊക്കെ നമ്മുടെ ശരീരത്തിലെ കാൽഷ്യം, മാഗ്നീഷ്യം, ഫോസ്ഫറസും ഒക്കെ എത്തുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഒരു മാഗ്നീഷ്യം കാൽഷ്യം അബ്സോർപ്ഷൻ നന്നായിട്ട് നടക്കുകയും ഫോസ്ഫറസ് ബോൺസിന്റെ ടിഷ്യൂസ് ഒക്കെ ഹെൽത്തി ആക്കി വെക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്തൊരു ഗുണം നമ്മുടെ വെയിറ്റ് മാനേജ്മെന്റിനാണ് ഇത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നത്. ഇത് നമ്മൾ കഴിക്കുന്ന സമയത്ത് കുറച്ചധികം നേരത്തേക്ക് നമ്മുടെ വയറ് ഭയങ്കര ഹെവി ആയിട്ടിരിക്കും. വയറ് നിറഞ്ഞിരിക്കുന്ന സമയത്ത് വേറെ ഒന്നും കഴിക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടാവില്ലല്ലോ. അതാണ് ഈ ഫൈബറിന്റെ ഗുണം എന്ന് പറയുന്നത് കേട്ടോ. ഹൈ ഫൈബറും പ്രോട്ടീനും ഉള്ളത് കൊണ്ട് നമ്മുടെ ഡൈജഷനെ ഒന്ന് നല്ല രീതിക്ക് സ്ലോ ആക്കി ഹങ്കർ പ്രിവെന്റ് ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ട് ഹെൽത്തി ആക്കി വെക്കുന്നതിനും കൊളസ്ട്രോളിന്റെ ലെവൽ ലോവർ ആക്കി കൊണ്ടുപോകുന്നതിനും വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഗുഡ് ഫാറ്റ്സ് ഉണ്ട്, ആന്റി ഓക്സിഡൻസ് ഉണ്ട്, പൊട്ടാഷ്യം ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഹാർട്ടിന്റെ ഹെൽത്തും ബ്ലഡ് സർക്കുലേഷൻ
സർക്കുലേഷൻ ഒക്കെ നന്നായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടും ഇതൊരു പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് കേട്ടോ. അടുത്ത ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന എല്ലാവർക്കും കിട്ടേണ്ട ഒരു ബെനിഫിറ്റ് ആണ്. അതായത് ട്യൂബിൽ ബ്ലോക്കേജ് പോലുള്ള കാര്യങ്ങൾ വരുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൃത്യമായിട്ട് നടക്കുമ്പോഴേക്കും ട്യൂബിൽ ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു ഇഷ്യൂ നമുക്ക് അവിടെ ഉണ്ടാവില്ല. കാരണം ബ്ലോക്കേജ് ഉണ്ടാവുന്നത് നമുക്ക് ആ സർക്കുലേഷനിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടാവുമ്പോഴാണ് അങ്ങനെ ബ്ലോക്കേജ് ഒക്കെ ഉണ്ടാകുന്നത്. അതൊക്കെ ഇത് പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. ഒപ്പം നമ്മുടെ എനർജി ലെവൽ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇതിൽ അടങ്ങിയിട്ടുള്ള അയണും ബി വിറ്റമിനും മാഗ്നീഷ്യവും ഒക്കെയാണ് ഓക്സിജൻ സപ്ലൈ നന്നായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നത് കേട്ടോ. അടുത്തൊരു ഗുണം നമുക്ക് ഉണ്ടാവുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ലെവല് ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് ഇമ്മ്യൂണിറ്റി നമുക്ക് ലോ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഇൻഫെക്ഷൻസോ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ശരീരത്തിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ പ്രഗ്നൻസി ഒന്ന് ഡിലേ ആയി പോകാറുണ്ട്. അതുപോലെ ഇപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ക്ലൈമറ്റ് ചേഞ്ച് മാറി വരുമ്പോൾ റെയിനി ഡേയ്സ് ഒക്കെ ആകുന്ന സമയത്തും ഇതുപോലെ തന്നെ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് മൂലം നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അലർജീസും മറ്റ് ഇൻഫെക്ഷൻസും ഒക്കെ ഉണ്ടാവാം കേട്ടോ. അങ്ങനെയുള്ള ആളുകൾക്ക് വിറ്റമിൻ സിയുടെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള മസ്മെല്ല സീഡ്സ് ഉപയോഗിക്കാം. അടുത്തൊരു ഗുണം കിട്ടുന്നത് ഇത് നമ്മുടെ സ്ട്രെസ് റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇതിൽ omega-3 അളവ് കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിനിന് നല്ലൊരു റിലാക്സേഷനും അതുപോലെ നല്ലൊരു ഹെൽത്തും കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ആൻസൈറ്റി ഒക്കെ ഒന്ന് റിഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്ലീപ്പ് സൈക്കിളൊക്കെ നന്നായിട്ടൊന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സ്ട്രെസ് ഒരു പരിധി വരെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും കേട്ടോ. ഒപ്പം PCOD ഉള്ള ആളുകൾക്ക് അവരുടെ ഷുഗർ ലെവലിൽ വ്യത്യാസം ഉണ്ടാവും. ഷുഗർ ലെവൽ കൂടാനായിട്ടുള്ള ചാൻസസ് നല്ല കൂടുതലാണ്. ലോ GI ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ആ ഷുഗർ ലെവലൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ ഇതിൽ അടങ്ങിയിട്ടുള്ള ഹൈ ഫൈബർ ഇത് ഷുഗറിന്റെ അബ്സോർപ്ഷൻ ബ്ലഡിലോട്ട് ഉണ്ടാകുന്ന അബ്സോർപ്ഷന്റെ ആ ഒരു റേറ്റ് ഒക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. ഇത്രയും ബെനിഫിറ്റ്സ് നമുക്ക് ഇത് എടുക്കുന്ന സമയത്ത് കിട്ടുന്ന നോർമൽ ആയിട്ടുള്ളതും ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ളത് കാര്യങ്ങളുമാണെങ്കിൽ ഇനി അടുത്ത് നമുക്കിത് ഫെർട്ടിലിറ്റി എങ്ങനെയാണ് സഹായിക്കുന്നതെന്ന് നോക്കാം കേട്ടോ. ഇതിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള സിങ്ക് നമ്മുടെ ശരീരത്തിൽ ഹെൽത്തി ആയിട്ടുള്ള എഗ്ഗിന്റെ ഫോർമേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഒരുപാട് പേര് പറയുന്നുണ്ട് ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റ്സ് എല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ പ്രഗ്നന്റ് ആകുന്നില്ല എന്ന് പറയുന്നവരുണ്ട് കേട്ടോ. നമുക്ക് എഗ്ഗ് വളർന്ന് പൊട്ടിക്കഴിയുക മാത്രമല്ല, പൊട്ടുന്ന എഗ്ഗിന് നല്ല ക്വാളിറ്റി ഉണ്ടാവണം. നാച്ചുറലി ഇത് റപ്ചർ ആകുമ്പോഴാണ് ഇതിന് അത്രയും തന്നെ ക്വാളിറ്റി ഉണ്ടാവുന്നത്. നമ്മളിപ്പോൾ ആ എഗ്ഗിനെ ലെട്രസോൾ പോലുള്ള മെഡിസിൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ പൊട്ടിച്ച് കഴിയുമ്പോഴേക്കും ഇതിന് ക്വാളിറ്റി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമ്മൾ സാധാരണ ഉണ്ടാകുന്ന ഒരു ഫ്രൂട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇഞ്ചക്ഷൻ ഒക്കെ വെച്ചിട്ട് ഉണ്ടാകുന്ന ഒരു ഫ്രൂട്ടും തമ്മിൽ കാണാനും വലിപ്പത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാകും, പക്ഷെ ടേസ്റ്റ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. സെയിം അതേ കാര്യം തന്നെയാണ് ഇവിടെയും നടക്കുന്നത് കേട്ടോ. ലെട്രസോൾ ഒന്നും എടുക്കണ്ട എന്നല്ല, ലെട്രസോൾ എടുത്തിട്ട് എഗ്ഗ് പൊട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ എഗ്ഗിന്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇതുപോലുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുമ്പോഴേക്കും ആ റൂട്ടിൽ നിന്ന് തന്നെ എഗ്ഗിന് നല്ല ക്വാളിറ്റി കൊടുത്ത് അത് വളർന്ന് നാച്ചുറലായിട്ട് പൊട്ടാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും കേട്ടോ. എഗ്ഗിന്റെ ക്വാളിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് ഓവുലേഷനും കൃത്യമായിട്ടുള്ള ഒരു ഡേറ്റിൽ തന്നെ നമുക്ക് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം നമ്മുടെ ഹോർമോൺ ഇംബാലൻസസ് ഒക്കെ പ്രിവെന്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ബാക്കിയുള്ള ഈസ്ട്രോജൻ വേണ്ട സമയത്ത് ഈസ്ട്രോജൻ പീക്കിലെത്തുകയും പ്രൊജസ്ട്രോൺ വേണ്ട സമയത്ത് പ്രൊജസ്ട്രോൺ പീക്കിലെത്തുകയും ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും കേട്ടോ. ഒപ്പം omega-3 ഉള്ളത് കൊണ്ട് ബ്ലഡ് സർക്കുലേഷനും നന്നായിട്ട് നടക്കുന്നു. ഒരു പ്രിവെൻഷനൊന്നും ഇല്ലാതെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടന്നാൽ മാത്രമേ എംബ്രിയോയ്ക്ക് ഗ്രോ ആകാനായിട്ട് പറ്റുള്ളൂ. ചില ആളുകൾ പറയുന്നുണ്ട് ചേച്ചി പകുതിക്ക് വെച്ച് ഗ്രോത്ത് നിന്ന് പോകാനും ഡോക്ടർ നോക്കിയിട്ട് ഡിയാൻസ് ചെയ്യാനായിട്ട് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സംഭവിക്കുന്നതിന്റെ ഒരു കാരണമെന്ന് പറയുന്നത് ഈ ബ്ലഡ് ഫ്ലോ, എംബ്രിയോയിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ കുറഞ്ഞു പോകുന്നതാണ്. അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്ന ടിപ്സും അതുപോലെ ഫുഡ് ഐറ്റംസും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അടുത്ത ഇതിൽ ആന്റി ഓക്സിഡൻസ് നന്നായിട്ടുള്ളത് കൊണ്ട് തന്നെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഇത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഫ്രീ റാഡിക്കൽസിൽ നിന്ന് എഗ്ഗിനെ ഇത് പ്രൊട്ടക്ട് ചെയ്യുന്നു. ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ നിന്നും എഗ്ഗിനെ ഇത് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒപ്പം ഇതിൽ ഫോളേറ്റ് അടങ്ങിയിട്ടുണ്ട്. ഫോളിക് ആസിഡിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് ഒട്ടുമിക്ക എല്ലാവർക്കും തന്നെ അറിയാം. നമ്മുടെ ആ ഒരു ഗർഭസ്ഥ ശിശുവിന് ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് ഒക്കെ വരുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിന് സഹായിക്കുന്നതാണ് ഈ ഫോളിക് ആസിഡ് എന്ന് പറയുന്നത്. അതിന്റെ കണ്ടന്റ്, ഫോളേറ്റിന്റെ കണ്ടന്റ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ആ ഫസ്റ്റ് ട്രൈമസ്റ്ററിലെ കുഞ്ഞിന് വരുന്ന ഇത്തരത്തിലുള്ള അബ്നോർമാലിറ്റീസ് നമുക്ക് ഇതിലൂടെ പ്രിവെന്റ് ചെയ്യാം. അടുത്തതിൽ അടങ്ങിയിട്ടുള്ള മാഗ്നീഷ്യം നമ്മുടെ യൂട്രസിനെ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. യൂട്രസ് കുഞ്ഞ് നിൽക്കുന്ന ആ ഒരു ഗർഭാശയം ഹെൽത്തി അല്ല, അവിടെ എന്തെങ്കിലും ഫൈബ്രോയിഡോ അല്ലെങ്കിൽ എൻഡോമെട്രിയൽ ലൈനിങ് കൃത്യമായിട്ട് വളരാത്ത സിറ്റുവേഷൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ കുഞ്ഞിന് അവിടെ കൃത്യമായിട്ട് ഗ്രോ ആവാൻ പറ്റില്ല. അതൊക്കെ ഒന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഒപ്പം തന്നെ നമ്മുടെ ആ ഒരു ഓവറോൾ ഫെർട്ടിലിറ്റി സപ്പോർട്ടും ഇത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും മസ്ക് മെലന്റെ സീഡ് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ സാധാരണ പംകിൻ സീഡും
സെസമി സീഡും സൺഫ്ലവർ സീഡും ഒക്കെ കഴിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ നിന്ന് പ്രൊട്ടക്ഷനും അതുപോലെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആകുന്നതും ഒക്കെ തന്നെ പുരുഷന്റെ സ്പേമും നല്ല ക്വാളിറ്റി ഉള്ളതാക്കാൻ വേണ്ടിയിട്ടും പെട്ടെന്ന് തന്നെ ബീജസങ്കലനം നടത്താൻ വേണ്ടിയിട്ട് അത്രയും ക്വാളിറ്റി ഉള്ള ഒരു സ്പേമിനെ പ്രൊഡ്യൂസ് ആക്കാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണങ്ങളും നമുക്ക് ബെനിഫിറ്റുകൾ അത്രയും ഒന്നും കൊണ്ടുവന്ന് തരുന്നവയല്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുകയാണെങ്കിൽ, എസ്പെഷ്യലി സീഡ്സും നട്ട്സും, ഇത് അടുത്തൊരു തലമുറയെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഈ സീഡ്സും അതുപോലെ നട്ട്സും ഒക്കെ. അതൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ് നമുക്ക് കിട്ടും കേട്ടോ. ഇത് നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ പറ്റും. അതിന്റെ ലിങ്ക് ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും അടുത്തുള്ള സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നാണെങ്കിലും മസ്ക് മെലന്റെ സീഡ് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. 1 ടീസ്പൂൺ നമ്മൾ ഡെയിലി ഉപയോഗിച്ച് മതി. അതിൽ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും നമുക്കിത് മെൻസ്ട്രൽ സൈക്കിളിന്റെ ഡേയ്സിൽ ഉപയോഗിക്കാം. ഇന്ന ടൈമിൽ ഇത് സ്റ്റോപ്പ് ചെയ്യണം, അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. മസ്മെലന്റെ സീഡ് റോസ്റ്റഡ് ആയിട്ടായിരിക്കും വരുന്നത്. അത് നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാം. റോസ്റ്റഡ് അല്ലാത്ത രീതിക്കാണ് വരുന്നതെങ്കിൽ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. 1 ടീസ്പൂണിൽ കൂടുതൽ നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. കാര്യം ഫൈബർ കണ്ടന്റ് കൂടുതലുള്ളത് കൊണ്ട് കൂടിപ്പോയി കഴിഞ്ഞ് ഡൈജഷൻ അത് കുറച്ചും കൂടി ഒന്ന് ബുദ്ധിമുട്ടുണ്ടാക്കും. നമുക്ക് ലൂസ് മോഷൻ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ചിലപ്പോൾ വർദ്ധിക്കും കേട്ടോ. ഈ മസ്മെലന്റെ സീഡ് നിങ്ങൾ ആദ്യമായിട്ട് ഉപയോഗിച്ച് നോക്കുമ്പോൾ ഒറ്റയടിക്ക് തന്നെ നിങ്ങൾ 1 ടീസ്പൂൺ ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊരു 1/2 ടീസ്പൂൺ ഉപയോഗിച്ച് നോക്കുക. ശരീരത്തിൽ പ്രശ്നമൊന്നുമില്ല. നിങ്ങളുടെ ശരീരം ഇതുമായിട്ട് പൊരുത്തപ്പെടാൻ ഓക്കെ ആണെങ്കിൽ 1 ടീസ്പൂൺ ആയിട്ട് ഡെയിലി യൂസ് ചെയ്യുക. ഹസ്ബൻഡും വൈഫും ഒരുപോലെ യൂസ് ചെയ്യുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.